ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുരേഷ്. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് ഇനി 10 ദിവസം മാത്രം. പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. കേരളമടക്കം രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ മത്സരചിത്രം ഇന്ന് വ്യക്തമാകും. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നാരോപിച്ച് കേരളത്തിൽ ലഭിച്ചത് 1 ലക്ഷത്തിലേറെ പരാതികൾ. നടപടിയെടുത്തു വരുന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. കര, നാവിക, വ്യോമസേനാ മേധാവികൾ പങ്കെടുക്കുന്ന പരിവർത്തൻ ചിന്തൻ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. കേരളത്തിൽ 3 ദിവസം കൂടി താപനില ഉയരും. വൈദ്യുതി ഉപഭോഗം ക്രമാതീതമായി ഉയർന്നു. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തി ലക്നൌ സൂപ്പർ ജയൻസ്. വാർത്തകൾ വിശദമായി. പൊതുതെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് 10 ദിനം മാത്രം ശേഷിക്കെ രാജ്യത്ത് പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ദേശീയ നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമായി. മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി പശ്ചിമബംഗാളിലും മധ്യപ്രദേശിലും ബീഹാറിലും ഇന്നലെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും റോഡ് ഷോകളിലും പങ്കെടുത്തു. BJP അധ്യക്ഷൻ JP നദ്ദ ഇന്നലെ തമിഴ്നാട്ടിൽ യോഗങ്ങളിൽ പങ്കെടുത്തു. BJP നേതാവും മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫട്നാവിസ് ഇന്നലെ തിരുവനന്തപുരത്ത് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. പ്രതിപക്ഷ മുന്നണിയുടെ ദേശീയ നേതാക്കളും വിവിധ സംസ്ഥാനങ്ങളിൽ പര്യടനം നടത്തുന്നു. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനു വേണ്ടി മുഖ്യമന്ത്രി മമതാ ബാനർജി മുന്നിലുണ്ട്. കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരും പ്രചാരണ രംഗത്തുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മഹാരാഷ്ട്രയിലെത്തും. ചന്ദ്രപൂർ, ഗഡ്ചിരോളി മണ്ഡലങ്ങളിലെ BJP സ്ഥാനാർത്ഥികൾക്കായി പ്രധാനമന്ത്രി പ്രചാരണം നടത്തും. കിഴക്കൻ വിദർഭയിലെ 5 മണ്ഡലങ്ങളിൽ ഈ മാസം 19-നാണ് തെരഞ്ഞെടുപ്പ്. ഹരിയാന ലോക് ഹിത് പാർട്ടിയുടെ അധ്യക്ഷൻ ഗോപാൽ കാന്ത BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. സിർസയിൽ നിന്നുള്ള BJP സ്ഥാനാർത്ഥി അശോക് തൻവാറിനെ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ മത്സരചിത്രം ഇന്ന് വ്യക്തമാകും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് പകൽ 3-ന് അവസാനിക്കുന്നതോടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയാവും. വിശദാംശങ്ങളിലേക്ക്. സ്ഥാനാർത്ഥികൾക്കുള്ള ചിഹ്നവും ഇന്ന് അനുവദിക്കും. രണ്ടാം ഘട്ടത്തിൽ 88 മണ്ഡലങ്ങളിൽ ഈ മാസം 26-നാണ് വോട്ടെടുപ്പ്. ഔട്ടർ മണിപ്പൂരിന്റെ ഒരു ഭാഗത്തും ഇതോടൊപ്പം വോട്ടെടുപ്പ് നടക്കുന്നു. സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ കേരളത്തിൽ 204 പത്രികകൾ സ്വീകരിച്ചിട്ടുണ്ട്. അന്തിമ വോട്ടർ പട്ടികയിൽ കേരളത്തിന്റെ 2,77,49,159 വോട്ടർമാർ ഇടം നേടിയിട്ടുണ്ട്. കേരളത്തിൽ ഉൾപ്പെടെ പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമായി പുരോഗമിക്കുകയാണ്. അന്തിമ ചിത്രം തെളിയുന്നതോടെ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ എത്തും. ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് 12 മുതൽ രണ്ടാം ഘട്ട പരിശീലനം നൽകും. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 6 സംസ്ഥാനങ്ങൾക്ക് 2 വിഭാഗങ്ങളിലായി പ്രത്യേക നിരീക്ഷകരെ നിയമിച്ചു. യുവാക്കളെയും നഗര വോട്ടർമാരെയും ലക്ഷ്യമിട്ട് കമ്മീഷൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ക്യാമ്പയിനുകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പെരുമാറ്റച്ചട്ട ലംഘനം സംബന്ധിച്ച പരാതികൾ അറിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ വിജിൽ മൊബൈൽ ആപ്പ് വഴി കേരളത്തിൽ ഇതുവരെ ലഭിച്ചത് 1,07,202 പരാതികളെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു. അന്വേഷണത്തിൽ ശരിയെന്ന് കണ്ടെത്തിയ പരാതികളിൽ നടപടിയെടുത്തു. അനുമതിയില്ലാതെ പതിച്ച പോസ്റ്ററുകൾ, അനധികൃത പണം കൈമാറ്റം, അനുമതിയില്ലാതെ വാഹനം ഉപയോഗിക്കൽ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പരാതികളാണ് ലഭിച്ചത്. പൊതുതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് വിവിധ അനുമതികൾ നൽകുന്നതിനായി സജ്ജമാക്കിയ സുവിധ പോർട്ടൽ ശ്രദ്ധേയമാകുന്നു. 20 ദിവസങ്ങൾക്കിടെ പോർട്ടലിൽ 73,000-ലധികം അപേക്ഷകൾ ലഭിച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൂതന പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ടേണിംഗ് 18, യു ആർ ദ വൺ എന്നീ സമൂഹ മാധ്യമ പ്രചാരണ പരിപാടികളിലൂടെ പരമാവധി യുവാക്കളെ ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗമാക്കാനാണ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് ഈ മാസം 12 മുതൽ വിവിധ പരിശീലന കേന്ദ്രങ്ങളിൽ രണ്ടാം ഘട്ട പരിശീലനം നൽകും. തെരഞ്ഞെടുപ്പ് ജോലികൾക്കായുള്ള ഉദ്യോഗസ്ഥരുടെ രണ്ടാം ഘട്ട പോസ്റ്റിംഗ് ഓർഡർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ദിവ്യാംഗർ നിയന്ത്രിക്കുന്ന പോളിംഗ് സ്റ്റേഷനുകൾ ഉണ്ടാകും. 254 പോളിംഗ് ബൂത്തുകൾ ദിവ്യാംഗർ നിയന്ത്രിക്കും. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ദിവ്യാംഗർക്ക് പോളിംഗ് സ്റ്റേഷനുകൾ ഉണ്ടായിരിക്കണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും AR News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കര, നാവിക, വ്യോമസേനകളുടെ ആഭിമുഖ്യത്തിൽ പരിവർത്തൻ ചിന്തൻ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാന്റെ നേതൃത്വത്തിലാണ് ചർച്ചകൾ നടക്കുക.
റഷ്യയിൽ നിർമ്മാണം പൂർത്തിയാകുന്ന നാവികസേനയുടെ 2 യുദ്ധക്കപ്പലുകൾ ഈ വർഷം അവസാനത്തോടെ കമ്മീഷൻ ചെയ്യും. INS തുഷീൽ, INS തമാൽ എന്നീ കപ്പലുകളാണ് കമ്മീഷൻ ചെയ്യാൻ സജ്ജമായിട്ടുള്ളത്. ഇന്ത്യൻ നാവികസേനയുടെ ഒരു സംഘം റഷ്യയിലെ കപ്പൽശാല സന്ദർശിച്ച് നിർമ്മാണ പുരോഗതി വിലയിരുത്തി. കേരളത്തിൽ 3 ദിവസം കൂടി വിവിധ ജില്ലകളിൽ താപനില ഉയർന്നു നിൽക്കുമെന്ന് റിപ്പോർട്ട്. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം ജില്ലയിൽ 40 ഡിഗ്രി വരെയും ഉയർന്നേക്കാം. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി വരെ താപനില ചിലയിടങ്ങളിൽ ഉയരും. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ചൂട് ഇന്നലെ പാലക്കാട് രേഖപ്പെടുത്തി 40.7 ഡിഗ്രി സെൽഷ്യസ്. തുടർച്ചയായി 4-ാം ദിവസമാണ് പാലക്കാട് താപനില 40 ഡിഗ്രിക്ക് മുകളിലെത്തുന്നത്. പുനലൂരിൽ ഇന്നലെ 38.4 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം ക്രമാതീതമായി ഉയർന്ന നിലയിൽ തുടരുകയാണെന്ന് KSEB അറിയിച്ചു. 102.22 കോടി യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചതിലൂടെ വൈദ്യുതി ഉപഭോഗം ശനിയാഴ്ച സർവ്വകാല റെക്കോർഡിലെത്തി. വൈദ്യുതി വാഹനങ്ങളുടെ ചാർജിംഗ് രാത്രി 12-ന് ശേഷമോ പകൽ സമയത്തോ ക്രമീകരിക്കണമെന്ന് KSEB നിർദ്ദേശിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്നലെ ലക്നൌ സൂപ്പർ ജയന്റ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ 33 റൺസിന് പരാജയപ്പെടുത്തി. 164 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്ത് 19-ാം ഓവറിൽ 130 റൺസിന് എല്ലാവരും പുറത്തായി. 31 റൺസ് എടുത്ത സായി സുദർശനാണ് ടൈറ്റൻസിന്റെ ടോപ്പ് സ്കോറർ. സൂപ്പർ ജയന്റ്സിന് വേണ്ടി യാഷ് താക്കൂർ 5 വിക്കറ്റും കൃണാൽ പാണ്ഡ്യ 3 വിക്കറ്റും വീഴ്ത്തി. ടോസ് നേടിയ ലക്നൌ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ദേശീയ ജൂനിയർ സ്കൂൾ അത്ലറ്റിക്സിൽ കേരളത്തിന് ആദ്യ മെഡൽ. പെൺകുട്ടികളുടെ പോൾ വോൾട്ടിൽ കോതമംഗലം മാർ ബേസിൽ HSSലെ ജീന ബേസിൽ സ്വർണം നേടി. 3-ാം ദിനമായ ഇന്ന് 10 ഇനങ്ങളിൽ ഫൈനൽ നടക്കും. മീറ്റ് നാളെ സമാപിക്കും. ഓസ്ട്രേലിയയ്ക്കെതിരായ ഹോക്കി പരമ്പരയിലെ 2-ാം മത്സരത്തിലും ഇന്ത്യയ്ക്ക് തോൽവി. 2-4 ഇന്ത്യയുടെ പരാജയം. ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള FCക്ക് ജയം. നറോക്ക FCയെ 3-0 തോൽപ്പിച്ചു. ക്യാപ്റ്റൻ അലക്സിസ് സാഞ്ചസ് ഇരട്ട ഗോൾ നേടി. തെക്കൻ ഗസ മുനമ്പിൽ നിന്ന് ഇസ്രയേൽ കരസേനയെ ഭാഗികമായി പിൻവലിച്ചു. ഗസയിലെ സൈനിക നടപടി 6 മാസം പിന്നിട്ട ഘട്ടത്തിലാണ് ഈ നീക്കം. ഖാൻ യൂനിസ് മേഖലയിൽ നിന്ന് ഒരു വിഭാഗം സൈനികരെയാണ് പിൻവലിച്ചത്. അതേസമയം പലസ്തീൻ സംഘടനയായ ഹമാസിന്റെ പിടിയിലുള്ള ബന്ദികളെ മോചിപ്പിക്കാതെ വെടിനിർത്തൽ ഉണ്ടാകില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ആവർത്തിച്ചു. റഷ്യൻ നിയന്ത്രണത്തിലുള്ള ഉക്രൈനിലെ സപ്പറേഷ്യ ആണവ നിലയത്തിലെ 6 റിയാക്ടറുകളിൽ ഒന്നിൽ ഉക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയതിനെ തുടർന്ന് UN ആണവ നിരീക്ഷണ ഏജൻസിയുടെ തലവൻ റഫേൽ മരിയാനോ ഗ്രോസി അപലപിച്ചു. ഇത്തരം ആക്രമണങ്ങൾ ഒരു വലിയ ആണവ ദുരന്തത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. വിശുദ്ധ റമദാൻ മാസം അവസാനത്തോടടുക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഈദുൽ ഫിത്തർ ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്നു. 1 മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിക്കുന്ന ഈദുൽ ഫിത്തർ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് ഗൾഫ് നാടുകളിൽ ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ നാളെ മാസപ്പിറവി കണ്ടാൽ മറ്റന്നാൾ ആയിരിക്കും ചെറിയ പെരുന്നാൾ. മേടമാസ പൂജകൾക്കും വിഷുപൂജകൾക്കുമായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ വൈകിട്ട് 5-ന് തുറക്കും. 18-ാം പടിക്ക് മുന്നിലായുള്ള ആഴിയിൽ മേൽശാന്തി അഗ്നി പകർന്നു കഴിഞ്ഞാൽ അയ്യപ്പ ഭക്തർക്ക് ശരണം വിളികളുമായി 18-ാം പടി കയറി അയ്യനെ കണ്ട് തൊഴാനാകും. സൂര്യനെ പൂർണ്ണമായി ചന്ദ്രൻ മറയ്ക്കുന്ന അപൂർവ സൂര്യഗ്രഹണം ഇന്ന് നടക്കും. വടക്കേ അമേരിക്കയിലെ മെക്സിക്കോ, കാനഡ തുടങ്ങിയ മേഖലകളിൽ ദൃശ്യമാകും. എന്നാൽ ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ ഈ പ്രതിഭാസം ദൃശ്യമാകില്ല. സമ്പൂർണ്ണ സൂര്യഗ്രഹണം തത്സമയം ഓൺലൈനിൽ കാണാൻ തിരുവനന്തപുരത്തെ സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം അവസരം ഒരുക്കിയിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ സുക്മ ജില്ലയിൽ നിന്ന് നക്സലൈറ്റുകൾ ഒളിപ്പിച്ച വൻ സ്ഫോടകവസ്തു ശേഖരം സുരക്ഷാസേന കണ്ടെടുത്തു. പിടിച്ചെടുത്ത വസ്തുക്കളിൽ 350 ജലാറ്റിൻ സ്റ്റിക്കുകൾ, 105 ഇലക്ട്രിക് ഡിറ്റണേറ്ററുകൾ, ഗ്രനേഡ് ലോഞ്ചർ എന്നിവ ഉൾപ്പെടുന്നു. മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോളിയിൽ നിന്ന് 2 വനിതാ മാവോയിസ്റ്റുകൾ അറസ്റ്റിൽ. 2018-2019 മുതൽ നക്സലൈറ്റ് പ്രസ്ഥാനവുമായി ബന്ധമുള്ളവരാണ് പിടിയിലായതെന്ന് പോലീസ് അറിയിച്ചു. റംസാൻ, വിഷു, അംബേദ്കർ ജയന്തി അവധി പ്രമാണിച്ച് കൂടുതൽ സർവീസ് ഒരുക്കി KSRTC. സൂപ്പർ എക്സ്പ്രസ്, സൂപ്പർഫാസ്റ്റ്, ഫാസ്റ്റ് പാസഞ്ചർ, ലോ ഫ്ലോർ, സൂപ്പർ ഡീലക്സ് ബസ്സുകളാണ് സർവീസിനായി ഉപയോഗിക്കുന്നത്. ഈ മാസം 10 മുതൽ 16 വരെ 150 അധിക സർവീസുകൾ സജ്ജീകരിക്കും. റിസർവേഷൻ സൗകര്യവും ഉണ്ടായിരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 1-ാം ഘട്ട വോട്ടെടുപ്പിന് ഇനി 10 ദിവസം മാത്രം. പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. കേരളമടക്കം 2-ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ മത്സരചിത്രം ഇന്ന് വ്യക്തമാകും. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നാരോപിച്ച് കേരളത്തിൽ ലഭിച്ചത് 1 ലക്ഷത്തിലേറെ പരാതികൾ. നടപടികൾ എടുത്തുവരുന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. കര, നാവിക, വ്യോമസേനാ മേധാവികൾ പങ്കെടുക്കുന്ന പരിവർത്തൻ ചിന്തൻ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. കേരളത്തിൽ 3 ദിവസം കൂടി താപനില ഉയരും. വൈദ്യുതി ഉപഭോഗം ക്രമാതീതമായി ഉയർന്നു. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തി ലക്നൌ സൂപ്പർ ജയന്റ്സ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.